എല്ലാവർക്കും +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനെ കുറിച്ചും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചുമാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്ത സാഹചര്യവും ആ പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പും ഒക്കെ പിളർന്ന് പല പല സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഫോം ചെയ്തതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു വന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനേഷനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിർത്തിയിരുന്ന ആധിപത്യത്തെ അല്ലെങ്കിൽ ഡോമിനേഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ നമ്മൾ പഠിച്ചു വന്നത്. ഇനി കോൺഗ്രസ് ഒഴികെ മറ്റു പാർട്ടികളെ കുറിച്ചാണ്. കോൺഗ്രസ് അല്ലാതെ ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ പാർട്ടികളുടെ രൂപീകരണവും മറ്റുമൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിൽ സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മൾ പഠിച്ചു. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതും അതിൻ്റെ പിളർപ്പുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഭാരതീയ ജനസംഘിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഭാരതീയ ജനസംഘ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ മുൻഗാമിയാണ് ഭാരതീയ ജനസംഘ്. ജനസംഘിൻ്റെ രൂപീകരണവും അവരുടെ ആശയങ്ങളും എന്തായിരുന്നു നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് സ്വതന്ത്ര പാർട്ടിയുടെ രൂപീകരണവും അതിൻ്റെ ആശയങ്ങളും പഠിക്കാനുണ്ട്. അങ്ങനെ മറ്റു പാർട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനിടയിൽ നമ്മൾ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനും അല്ലെങ്കിൽ ഭാരതീയ ജനസംഘിൻ്റെ ഫോർമേഷനും ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഇലക്ഷൻ സംവിധാനത്തിൻ്റെ ഫങ്ഷൻസ്, സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിരവധി സവിശേഷതകൾ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിലുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് പ്രധാനമായും 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായും 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചർ, ആദ്യ സവിശേഷത എന്താണ്? ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത, ആദ്യത്തത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിലുള്ള ഇലക്ഷനാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ ഏത് തരത്തിലുള്ളതാണ്? ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്താ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അഡൽട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശമാണ് ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചർ. അതായത് ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യക്കാരനും എന്തിനുള്ള റൈറ്റ്സ് ഉണ്ട്? വോട്ട് ചെയ്യുവാനുള്ള റൈറ്റ്സ് ഉണ്ട്, വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഇലക്ഷൻ ആദ്യം തുടക്കത്തിൽ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഏജ് ഓഫ് 21 ആയിരുന്നു. 21 വയസ്സായിരുന്നു ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം. പിന്നീട് വോട്ടിംഗ് പ്രായത്തിൽ എന്ത് ചെയ്തു? മാറ്റം വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആയി റെഡ്യൂസ് ചെയ്തു.
ഓക്കെ. അപ്പോൾ ഇപ്പോൾ വോട്ടിംഗ് പ്രായം എത്ര വയസ്സാണ്? 21 വയസ്സിൽ നിന്നും ഇപ്പോൾ 18 വയസ്സാണ്. ഓക്കെ, അത് ഓർക്കണം, 18 വയസ്സാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രൽ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമുക്ക് പറയാം, ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്? ഓൺ ദി ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സെക്കൻഡ്, രണ്ടാമത്തത് നമുക്കറിയാം, ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയായ ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ എന്ത് നടത്തുന്നത്? ഇലക്ഷൻ നടത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന ഇൻഡിപെൻഡന്റ് ബോഡിയാണ് ഇന്ത്യയിൽ എന്ത് നടത്തുന്നത്? ഇലക്ഷൻ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്സിക്കോയിലെ ഇലക്ഷനെ കുറിച്ച് വൺ പാർട്ടി ഡോമിനൻസ് പഠിച്ചു. അതിനു മുന്നേ ഇന്ത്യയിലെ വൺ പാർട്ടി ഡോമിനൻസ് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഇലക്ഷൻ സിസ്റ്റം വിജയിച്ച് നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇലക്ഷനിലില്ല. ഗവൺമെൻറ്റിന് ഇലക്ഷൻ്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയായ ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പോർഷനിലേക്ക് എത്തുമ്പോൾ നമുക്കത് പറയാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ് ഇന്ത്യയിൽ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതും ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത, തേർഡ് പോയിന്റ്, സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. മൂന്നാമത്തെ സവിശേഷത എന്താണ്? മൂന്നാമത്തെ ഫീച്ചർ, സീക്രട്ട് ബാലറ്റ് സിസ്റ്റം. സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ് എവിടെ നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഉള്ള ഇലക്ഷൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ജനറൽ ഇലക്ഷനൊക്കെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഒരു 2000 കൂടി എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിൽ എന്താക്കി മാറ്റി? EVM അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് എന്ത് ചെയ്യുന്നു? എല്ലാ ഇലക്ഷനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള രഹസ്യമായ വോട്ടിംഗ് ആണ്. രഹസ്യ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് നമ്മളല്ലാതെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല. അതാണ് ഇന്ത്യയിലെ ഇലക്ഷൻ്റെ പ്രത്യേകത. അതാണ് സീക്രട്ട് ബാലറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ രഹസ്യമായിട്ടുള്ള വോട്ടിംഗ് സമ്പ്രദായമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാണും. നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. പോളിംഗ് ബൂത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കാണിച്ച്, രേഖകളൊക്കെ കാണിച്ച് നമ്മൾ അതിനകത്ത് വോട്ട് ചെയ്യുന്നതായി നമ്മൾ ഒപ്പുവയ്ക്കുന്നു. ഒപ്പുവെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ആരും അറിയില്ല. നിരവധി കാൻഡിഡേറ്റ്സിൻ്റെ പേരുകളും ചിഹ്നങ്ങളും കാണും, സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും കാണും. അതിന് നേർക്ക് ഉള്ള ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുന്നു. ആരും തന്നെ അറിയില്ല നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന്. അതാണ് ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ് എവിടെ നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഓക്കെ. ഇനി അവസാനത്തെ സവിശേഷത, ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള ഇലക്ഷൻ സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയുള്ള സിസ്റ്റം ഇന്ത്യയിൽ നിലനിൽക്കുന്നു? ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റവുമുണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റവുമുണ്ട്. ഇപ്പോൾ ലോക്സഭയിലേക്ക് നമുക്കറിയാം, ഇന്ത്യൻ പാർലമെൻറ്റിന് 2 ഹൗസസ് ഉണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് ഹാസ് 2 ഹൗസസ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ ലോകസഭയിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ്. ലോകസഭയിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് ഏത് സിസ്റ്റത്തിലൂടെയാണ്? ഡയറക്റ്റ് ഇലക്ഷൻ. ഇപ്പോൾ ലോകസഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് നമ്മുടെ കാൻഡിഡേറ്റിന് എന്ത് ചെയ്യുന്നു? നമുക്കിഷ്ടമുള്ള കാൻഡിഡേറ്റിന് നമ്മൾ വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാർ, നിരവധി കാൻഡിഡേറ്റ്സ് കാണും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ വിജയിക്കുകയും ചെയ്യും. ആരാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇലക്ഷനാണ് ലോകസഭയിൽ. എന്നാൽ പാർലമെൻറ്റിൻ്റെ അതർ ഹൗസായ
രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയിലേക്കുള്ള മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ആരല്ല? ജനങ്ങൾ നേരിട്ടല്ല, ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുണ്ട്, MLA-മാർ എന്നാണ് അവർ വിളിക്കുന്നത്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതാണ് MLA. MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുണ്ട്. ആ അംഗങ്ങൾ ചേർന്നാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ കേരളത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വരികയാണ്. നമ്മുടെ എന്ത് ചെയ്യുന്നു, രാജ്യസഭ എം പി ആയിരുന്ന MP വീരേന്ദ്രകുമാർ മരണപ്പെട്ടതിനെ തുടർന്ന് ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നിരിക്കുകയാണ്. എന്ന് കരുതി രാജ്യസഭാ സീറ്റിലേക്ക് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ? ഇല്ല. രാജ്യസഭയിലേക്ക് വോട്ടിംഗ് ചെയ്യാൻ ആർക്കേ പറ്റൂ? ജനപ്രതിനിധികൾക്കേ പറ്റൂ. അതായത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക് മാത്രമേ പറ്റൂ. MLA-മാരാണ് MP-മാരായ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത്, രാജ്യസഭയിലേക്ക് ഇലക്ഷൻ വരുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് കാണും. കാൻഡിഡേറ്റ്സിൽ ഒന്നിലധികം കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഒരാളെ കാണും. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു? ഒരാൾ എന്ത് ചെയ്യപ്പെടുന്നു? രാജ്യസഭയിൽ എലക്ട് ചെയ്യപ്പെടുന്നു. അതിൽ ആര് വോട്ട് ചെയ്യുന്നില്ല? ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾ പങ്കാളികളാകുന്നു. എങ്ങനെയാണ്? MLA-മാരാണ് ഈ MP-മാരെ, രാജ്യസഭയിലെ MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ MLA-മാരാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു. MLA-മാരെ ആരാ തിരഞ്ഞെടുക്കുന്നത്? അത് ജനങ്ങളാണ്. MLA-മാരെ തിരഞ്ഞെടുക്കുന്നത്. ആ MLA-മാരാണ് രാജ്യസഭയിലെ മെമ്പർമാരെ, MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വോട്ടർമാർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റം ഏതൊക്കെ തരത്തിൽ നിലനിൽക്കുന്നുണ്ട്? ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യവും പ്രത്യക്ഷ തരത്തിലുള്ള തിരഞ്ഞെടുപ്പും പരോക്ഷമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പും. ഓക്കെ, അപ്പോൾ അവസാനത്തത് ഇന്ത്യയിലെ ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ അടുത്ത ഫീച്ചർ, നാലാമത്തെ സവിശേഷത, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് ചോദിക്കും. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചർ നമ്മൾ പറഞ്ഞു, എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇലക്ഷൻ സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതാണ് ഒന്നാമത്തെ സവിശേഷത. വോട്ടിംഗ് പ്രായം എത്രയാണ്? ഏജ് ഓഫ് 18. അടുത്ത സെക്കൻഡ്, ഇലക്ഷൻ കമ്മീഷൻ എന്ന ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. തേർഡ്, സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു. സീക്രട്ട് ബാലറ്റ് സിസ്റ്റം നിലനിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മെഷീനുകളാണ്, വോട്ടിംഗ് മെഷീനുകളാണ് നിലനിൽക്കുന്നത്. ആദ്യം ബാലറ്റ് പേപ്പറുകളായിരുന്നു. ഇപ്പോൾ അതിന് പകരം, ബാലറ്റ് പേപ്പറിന് പകരം ഇപ്പോൾ എന്താണ് നിലനിൽക്കുന്നത്? അതിന് പകരം സീക്രട്ട് ആയിട്ടുള്ള EVM ആണ് നിലനിൽക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് നിലനിൽക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഏതൊക്കെ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രീതിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? ഡയറക്റ്റ് ഇലക്ഷനുമുണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷനുമുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കും, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് ചോദിക്കും. ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഇത്രയും എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ പാർട്ടികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓരോ പാർട്ടികളുടെ രൂപീകരണം. അതിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മറ്റ് പാർട്ടികളുടെ രൂപീകരണത്തിലേക്ക് പോകാം. മറ്റ് പാർട്ടികളുടെ രൂപീകരണം, അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യകാലത്ത് ശക്തമായി നിലനിന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഏത് പാർട്ടിയാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കാരണം ആദ്യ തെരഞ്ഞെടുപ്പിൽ, ഫസ്റ്റ് ഇലക്ഷനിൽ നമ്മൾ പറഞ്ഞു, കോൺഗ്രസ് 364 സീറ്റുകൾ നേടി അധികാരം സ്ഥാപിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് 16 സീറ്റുകളെ ഉള്ളുവെങ്കിലും രണ്ടാം സ്ഥാനത്തെത്തിയത് അന്നാരായിരുന്നു? പ്രധാന പ്രതിപക്ഷ പാർട്ടി ആരായിരുന്നു? CPM ആയിരുന്നു. CPM ഇല്ല, അന്ന് CPI ആയിരുന്നു. CPM പിന്നീടാണ് രൂപപ്പെടുന്നത്, നമുക്ക് ഇപ്പോൾ പറയാം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു അന്ന്. CPI ആയിരുന്നു അന്ന് എന്തിലുണ്ടായിരുന്നത്? ഒപ്പോസിഷൻ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത്. ഓക്കെ, അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യകാല
രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് ഏത് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടതാണോ? അത് ഏതെല്ലാം തലങ്ങളിലൂടെ, ഏതെല്ലാം ഘടകങ്ങളിലൂടെ, ഏതെല്ലാം കാലഘട്ടങ്ങളിൽ അതിനെന്തൊക്കെ മാറ്റം വന്നു, ഇന്നത്തെ രീതിയിൽ പാർട്ടി എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷൻ നമുക്ക് നോക്കാം. ഫോർമേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഫോർമേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ബ്രിട്ടീഷ് പീരീഡിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 1920കളിൽ ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ 1925. 1925 ഏത് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. അതിനു മുൻപ് തന്നെ, പാർട്ടി ഔദ്യോഗികമായിട്ട് രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ 1920കളിൽ എന്തുണ്ടായിരുന്നു? വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? ഇതൊരു പാശ്ചാത്യ ആശയമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ രൂപപ്പെടുന്നത്? കമ്മ്യൂണിസം രൂപപ്പെടുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ല ഇത് രൂപപ്പെട്ടത്. ഇത് പഴയ സോവിയറ്റ് യൂണിയനിലും അതുപോലെ തന്നെ ചൈനയിലൊക്കെ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് ഇന്ത്യയിലെ ഏത് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, 1920 ഇന്ത്യയിൽ പലതരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് 1925 ഏത് പാർട്ടി രൂപീകരിച്ചു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അതിൽ എം.എൻ. റോയിയൊക്കെ ഇതിൻ്റെ ഫോർമേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോളാണ് എം.എൻ. റോയിക്ക്. ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരു വ്യക്തി എം.എൻ. റോയി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ 1925 ഈ പാർട്ടി രൂപീകരിച്ചു. പിന്നീട് 1925 കാലഘട്ടം നമുക്കറിയാം. അന്ന് ആരുടെ ഭരണമാണ് ഇന്ത്യയിൽ? ബ്രിട്ടീഷ് ഭരണമാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് പാർട്ടി ഒരു അടിത്തറ ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. നേരിട്ടങ്ങ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയില്ല. ആദ്യം ഒരു പാർട്ടി രൂപീകരിച്ചു. രാജ്യത്തൊട്ടാകെ പാർട്ടിക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. അണികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കൊരു അടിത്തറ ഉണ്ടാക്കണം. അതിനുവേണ്ടി ശ്രമിച്ചു. അതിനുശേഷം 1930 ഇത് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. 1930 1930 എന്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി? നാഷണൽ മൂവ്മെൻറ്റ്. എന്താ നാഷണൽ മൂവ്മെൻറ്റ്? ദേശീയ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഏത് ഇയറിലാണ്? 1930. അപ്പോൾ 20ൽ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ 20കളിൽ അതിൻ്റെ തുടക്കത്തിൽ, ബിഗിനിങ് ഓഫ് ദ 1920s, 1920കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തു. അതിനുശേഷം 1930 എന്ത് ചെയ്തു? ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ അണിനിരന്നു. അതായത് നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും കടുത്ത എതിർപ്പ് തന്നെ നേരിടേണ്ടി വന്നു. 1930കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ സമരപരിപാടികൾ സംഘടിപ്പിച്ചു. ശക്തമായ പോരാട്ടങ്ങൾ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തി. പക്ഷേ ഈ സമയം ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ കാലഘട്ടത്തിൽ വലിയ ക്ഷീണം സംഭവിച്ചു. കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ബ്രിട്ടീഷ് പോലീസ് കണ്ടാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലടയ്ക്കും. പാർട്ടിക്ക് നിരോധനവും ഏർപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന്
ബ്രിട്ടീഷുകാർ കണക്ക് കൂട്ടി ഇങ്ങനെ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പ്രധാന നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമ്പോൾ ഈ പാർട്ടി സ്വാഭാവികമായിട്ടും തകരുമെന്ന് ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടി. ഇവർ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്മാറുമെന്ന് കണക്കുകൂട്ടി. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ പിന്മാറിയില്ല. അവർ 1935 കോൺഗ്രസുമായി ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ഓക്കെ, എന്നാണ് 1935 ഇവർ ആരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിനുള്ളിൽ ചേർന്ന് ആർക്കെതിരെ പോരാട്ടം നടത്തി? ബ്രിട്ടീഷുകാരുമായി പോരാട്ടം നടത്തി. എന്നാൽ ആദ്യകാലത്തൊക്കെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ കോൺഗ്രസിൻ്റെ ആശയമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഒരിക്കലും ഒരേ ആശയം, ഒരേ ഐഡിയോളജി ആയിരുന്നില്ല രണ്ട് പാർട്ടികൾക്കും ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടിക്കും ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല. 1941 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായി വേർപിരിഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 35 മുതൽ 41 വരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തി. പക്ഷെ 41 ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുമായിട്ട് വേർപിരിഞ്ഞു? കോൺഗ്രസുമായി വേർപിരിഞ്ഞു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ ചൊല്ലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടായി, വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1948 തെലങ്കാനയിൽ നടന്ന ഒരു സായുധ സമരത്തിൽ കലാപകാരികളെ സഹായിക്കുകയും ഗവൺമെൻറ്റിനെതിരെ സായുധ വിപ്ലവം നടത്തുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഓർമ്മിക്കണം, 1948 48 തെലങ്കാനയിൽ നടന്ന സായുധ പോരാട്ടത്തെ ആരനുകൂലിച്ചു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചു. പക്ഷേ ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്തു? ഈ പോരാട്ടത്തെ അടിച്ചമർത്തി. ഇതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സിലായി, ജനാധിപത്യ മാർഗം സ്വീകരിച്ചാലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയൂ. സായുധ മത്സരത്തിലൂടെ ഇന്ത്യയിൽ ആധിപത്യം നേടാൻ കഴിയില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ 48 തെലങ്കാനയിലെ സമരം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സൈന്യം അടിച്ചമർത്തിയതിനെ തുടർന്ന് 1951-52 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ അണിനിരക്കുവാൻ ഈ പാർട്ടി തീരുമാനിച്ചു. 1952 ആദ്യ ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. 51-52 51 തുടങ്ങിയെങ്കിലും 52 ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതും അധികാരം ഏറ്റെടുത്തു. നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ 1952 ജനറൽ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? ഇലക്ഷനിൽ മത്സരിച്ച് കോൺഗ്രസ്സിന് എതിരെ എല്ലാ സ്ഥലങ്ങളിലും, ഒട്ടുമിക്ക അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തി. ഒന്നാമത്തെ ഇലക്ഷനിൽ, ഫസ്റ്റ് ഇലക്ഷനിൽ 16 സീറ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയത്. എത്ര സീറ്റുകളാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയത്? 16 സീറ്റ്സ്. 16 സീറ്റ്സ് 1952 ജനറൽ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടി. ഓക്കെ, 16 സീറ്റുകൾ നേടി. അന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് കോൺഗ്രസിനായിരുന്നു നമ്മൾ പറഞ്ഞു. കോൺഗ്രസ് അന്ന് 364 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. നെഹ്റു പ്രധാനമന്ത്രിയായി. പക്ഷേ 1ഉം 2ഉം പാർട്ടികൾ തമ്മിലുള്ള സീറ്റിൻ്റെ വ്യത്യാസം അന്തരം വളരെ കൂടുതലായിരുന്നു. രണ്ടാം സ്ഥാനത്ത് എത്തിയ പാർട്ടിക്ക് ലഭിച്ചത് വെറും 16 സീറ്റാണ്. അപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ പാർട്ടി പ്രതിപക്ഷ പാർട്ടിയാണ്. പക്ഷെ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള അംഗബലമില്ല. എങ്കിലും ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടിയായിട്ട് നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചു. അങ്ങനെ 16 സീറ്റുകൾ നേടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായി നിലകൊള്ളുകയും ചെയ്തു. ഇത് ആദ്യത്തെ ചരിത്രം. ഇതിനുശേഷം പിന്നീട് ബംഗാൾ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടി വലിയ ശക്തി തെളിയിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തിയത് കേരളത്തിലാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തി. അത് ഇന്ത്യയിലെന്നല്ല, ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അധികാരത്തിലെത്തിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന് കൂടുതൽ ഒരു അംഗീകാരം ലഭിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും നമുക്ക് കൃത്യമായി പറയാം, ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയത് EMS ഗവൺമെൻറ് ആയിരുന്നു. അത് കേരളത്തിലായിരുന്നു. അങ്ങനെ
മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് അടിത്തറയുള്ള ബംഗാളും കേരളവും പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആധിപത്യം സ്ഥാപിച്ചു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു. അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടത് ആശയപരമായ വ്യത്യാസങ്ങളായിരുന്നു. ആശയപരമായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു 1925 ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് തന്നെ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പാർട്ടി ഇന്ത്യയിൽ ഉടലെടുത്തത്. ഇത് ഇന്ത്യൻ മണ്ണിൽ ഉടലെടുത്ത ഒരു ആശയമായിരുന്നില്ല, ഇതൊരു വിദേശ ആശയമാണ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ റഷ്യ അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയിലൊക്കെ രൂപപ്പെട്ട കമ്മ്യൂണിസം എന്ന ആശയമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് വന്നത്. അപ്പോൾ ഇതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് പറഞ്ഞാൽ, സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുന്നവരുമുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ആശയങ്ങളെ എതിർത്ത് പകരം ചൈനയുടെ ആശയങ്ങളെ അനുകൂലിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഓർമ്മിക്കണം, സോവിയറ്റ് യൂണിയൻ്റെ ആശയങ്ങളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു. അതേപോലെ എന്നാൽ അവരുടെ നയങ്ങളെ എതിർക്കുന്ന, എന്നാൽ ചൈനയുടെ കമ്മ്യൂണിസത്തെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രൂപപ്പെട്ടു. ഇത് കടുത്ത ആശയപരമായ വ്യത്യാസങ്ങൾക്ക് കാരണമായി. ചൈന പഴയ സോവിയറ്റ് യൂണിയൻ്റെ ആശയങ്ങളിൽ നിന്നൊക്കെ ചൈന ഒരുപാട് വ്യതിചലിച്ചു. അപ്പോൾ ചൈനയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലും എന്തുണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ വിഭാഗം രൂപപ്പെട്ടു. ഇതിനെ തുടർന്ന് ആ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. ആ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് CPI എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നും, രണ്ടാമത്തെ വിഭാഗം CPIM എന്നും അറിയപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, എം മീൻസ് മാർക്സിസ്റ്റ്, മാർക്സിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്നവരെ മാർക്സിസ്റ്റുകൾ എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പോൾ മാർക്സ് ആരാണെന്ന് നമുക്കറിയാം. കാർൽ മാർക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മാർക്സിനെയും എംഗൽസിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ മാർക്സിൻ്റെ ആശയങ്ങൾ പിന്തുടർന്നവരെയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? CPIM എന്നറിയപ്പെട്ടത്. മറ്റ് വിഭാഗക്കാർ ഏത് പേരിലും അറിയപ്പെട്ടു? CPI എന്ന പേരിലും അറിയപ്പെട്ടു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളരുകയും ചെയ്തു. അതിനുശേഷവും രണ്ട് പാർട്ടികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? അവരവരുടേതായ സ്ഥാനം നിലനിർത്തുന്നുണ്ട്. രണ്ട് പാർട്ടികൾക്കും ഇന്ന് അവരവരുടേതായ റോള് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. പാർട്ടി രണ്ടായി പിളർന്നെങ്കിലും പാർട്ടി എന്ത് ചെയ്തില്ല? നശിച്ചു പോയില്ല. ഇന്നും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാന്നിധ്യമുണ്ട്. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. ഇപ്പോൾ LDF എന്ന് പറയുന്ന മുന്നണിയാണ്. CPIയും CPMും മറ്റ് പാർട്ടികളൊക്കെ ചേർന്ന മുന്നണിയാണെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുന്നത് CPIM ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 64 പിളർപ്പിന് ശേഷവും പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ പ്രധാന നേതാക്കന്മാരെ ഒന്ന് ഓർത്ത് വച്ചേക്കണം. ആരൊക്കെയാണ് പ്രധാനമായും? ഒന്ന് AK ഗോപാലൻ, അതുപോലെ തന്നെ SA ഡാംഗെ, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ് തുടങ്ങിയവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. ഇവരുടെ പേരും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനിൽ ഏറ്റവും ഓർക്കേണ്ടത്, ഞാൻ ഈ എഴുതിയേക്കുന്ന ഈ വർഷങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം. ഈ 1920 തൊട്ട് 64 വരെയുള്ള ഈ ഓരോ വർഷങ്ങളുടെ പ്രാധാന്യം നോക്കി ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ പിന്നെ നമ്മളത് മറക്കത്തില്ല. അപ്പോൾ 20 ഒരു പക്ഷേ ഓർമ്മിച്ചില്ലെങ്കിൽ പോലും 25 ഫോം ചെയ്യുന്നത്. അത് ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തും പറഞ്ഞു, ഫോർമേഷനും അതിൻ്റെ സ്പ്ലിറ്റും പറഞ്ഞു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.